ഇളയ സഹോദരനെ കൊലപ്പെടുത്തിയതിന് മൂത്ത സഹോദരന് ജീവപര്യന്തം. ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 2010 ഈ സംഭവം. സെപ്റ്റംബർ 23 അബ്ദുൾ റഹ്മാൻ ഇപ്പം ശിക്ഷിച്ച പ്രതിയുടെ സഹോദരൻ 30 വയസ്സുള്ള അബ്ദുൾ നാസറിനെ ചേട്ടൻ്റെ കാറിൻ്റെ പിന്നിലെ സീറ്റിലിരുത്തി കഴുത്ത് തോർത്തുമുണ്ടിട്ട് കുരുക്കി. കഴുത്ത് മുറുകി ആൾ അബോധാവസ്ഥയിലായി അയാൾ മരിച്ചുവെന്നാണ് ജ്യേഷ്ഠൻ കരുതിയത്. കഴുത്തിലെ പാട്ടിൽ നിന്ന് രക്തങ്ങൾ വന്നിരുന്നു. ഏതായാലും കാറിലെ ആ രക്തക്കറയാണ് 6 വർഷത്തിന് ശേഷം നിർണായകമായത്. വളാഞ്ചേരി വട്ടപ്പാറയിൽ വെച്ചാണ് സഹോദരനെ കാറിൻ്റെ പിൻസീറ്റിൽ കൊന്നത്. അബോധാവസ്ഥയായ സഹോദരൻ മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിനെ അവിടെ അടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞു. വെള്ളിയാങ്കൽ പുഴയിൽ 2010 സെപ്റ്റംബർ 23 ആ മൃതദേഹം കാണപ്പെട്ടത്. വളാഞ്ചേരി പോലീസ് കേസന്വേഷണം ഏറ്റെടുത്തു. അതിനുശേഷം വട്ടപ്പാറയിലെ കാറിൻ്റെ സീറ്റ് പരിശോധിച്ചു. ഇതിൽ അന്ന് ഒരു രക്തക്കറ കാറിൽ നിന്ന് കിട്ടി. അത് 6 വർഷത്തിന് ശേഷം ശാസ്ത്രീയമായ റിസൾട്ട് വന്നത് അതിലെ കാറിൻ്റെ നിന്ന് ലഭിച്ച രക്തക്കറ കൊല്ലപ്പെട്ട അല്ലെ മരണപ്പെട്ട സഹോദരൻ്റെ തന്നെയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു. ഈ കേസ് ഏകദേശം 16ഓളം പേരാണ് അന്വേഷിച്ചിരിക്കുന്നത്. 2010 സെപ്റ്റംബർ 20 റിപ്പോർട്ട് ചെയ്ത കേസ് തുടർച്ചയായി പലരും അന്വേഷിച്ചെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഏതായാലും കേസ് അവസാനം ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി. ക്രൈംബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് 10-14ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ആർക്കും കൃത്യമായ ഒരു എവിഡൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അവസാനം വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കാറിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തിയ അന്ന് ഫോറൻസിക് പരിശോധന കണ്ടെത്തിയ രക്തക്കറ പരിശോധിച്ചപ്പം അത് മരണപ്പെട്ട സഹോദരൻ്റെ ആണെന്ന് മനസ്സിലായി. ആ കാറ് ജ്യേഷ്ഠൻ്റെ വക കാറാണ്. അയാൾ ഗൾഫിലാണ് ജോലി. ഈ സംഭവത്തിന് ശേഷം അയാളിലേക്ക് സംശയം വന്നപ്പം ഇയാളുടെ വീടിനടുത്ത് ഉള്ള ഒരാൾ ജ്യേഷ്ഠൻ തന്നെയാണ് സഹോദരനെ കൊന്നതെന്ന് വിശ്വസിക്കുന്നയാൾ. അതിന് അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സത്യം ജയിക്കാൻ വേണ്ടി അദ്ദേഹം ചക്രക്കസേരയിലാണ് കോടതിയിൽ വന്ന് മൊഴി കൊടുത്തത്. അത് ഈ കേസിൻ്റെ പ്രാധാന്യത്തെ കരുതുന്നു. ഈ കേസ് തെളിയാതെ വന്നപ്പം നാട്ടുകാർ അവിടെ വളാഞ്ചേരിയിലും വട്ടപ്പാറയിലും ഒക്കെയുള്ള നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തി. അതിൻ്റെ ഫലമായിട്ടാണ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയത്. എങ്കിലും നാട്ടുകാർ പൊതുവായ അഭിപ്രായം ഇയാളെ ജ്യേഷ്ഠൻ കൊന്ന് ആ വെള്ളിയാങ്കൽ പുഴയിൽ തട്ടിയതാണ്. ഏതായാലും പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയപ്പം തന്നെ സംശയമായി. കാരണം അന്ന് 30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അങ്ങനെ മുങ്ങി മരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഡ്രൗണിങ് സിംറ്റം ആയിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെങ്കിലും കഴുത്തിലെ പാട് നിലനിന്നിരുന്നു. കഴുത്തിലെ പാട്ടിൽ നിന്നാണ് ആ രക്തക്കറ കാറിലേക്ക് വീണതെന്ന് സംശയാതീതമായി തെളിഞ്ഞു. അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതൊക്കെ കൃത്യമായി ഇത് എവിഡൻസിലേക്ക് കൊണ്ടുവന്നു. കോടതിയെ അത് ബോധ്യപ്പെടുത്തി. ഏതായാലും അതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും വളരെ കൃത്യമായി ഇതിനകത്ത് 51 സാക്ഷികളെയും വിസ്തരിച്ച് കോടതി മുമ്പാകെ. ഏതായാലും ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരെ മാറി മറിഞ്ഞെങ്കിലും അവസാനത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കൃത്യമായി കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിലെ 80 വയസ്സുള്ള ആളുകൾ വരെ അതിനകത്ത് സാക്ഷി മൊഴി കൊടുക്കാനായിട്ട് കോടതി വന്നു. ഏതായാലും പുഴയെ തള്ളി അത് ഡ്രൗണിങ് ആണ്, വെള്ളം കുടിച്ച് മരിച്ചതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ആ പ്രതിയെ 2016 അയാൾ ഹൈക്കോടതിയിൽ പോയി തനിക്ക് ഗൾഫിൽ ജോലിക്ക് തടസ്സമുണ്ടാകുന്നു, തന്നെ അനാവശ്യമായി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഗൾഫിൽ പോവുകയും പിന്നീട് നാട്ടിൽ വരാതെയാകുകയും ഇയാൾ ഗൾഫ് വഴി ഇങ്ങനെ ഗൾഫിൽ നിന്ന് ബോംബെയിൽ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പം ഇയാളെ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഈ പ്രതി ഇയാളെ ഈ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. കാരണം ഇയാളെ വിദേശത്ത് പോകാനുള്ള അവകാശം കോടതി നിഷേധിച്ചില്ല. ഇയാൾ സംശയാസ്പദമായ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഇയാൾ
വെളിയിൽ പോയിട്ട് നാട്ടിലേക്ക് വരാതിരുന്ന് തന്നെ സംശയിച്ചു. 80 വയസ്സുള്ള ആ സാക്ഷിയുടെ വീട്ടിൽ പോയി അതിൽ നിന്ന് പിന്മാറണമെന്നും ആ കേസിനെ സ്വാധീനിക്കാനും ശ്രമിച്ചതായിട്ട് ആ 80 വയസ്സുകാരൻ കോടതി പറയുകയും ചെയ്തു. എന്തായാലും അവിടുത്തെ ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ ജഡ്ജി ഈ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷിക്കും 10,000 രൂപ പിഴയും അഡീഷണൽ ജില്ലാ ജഡ്ജിയായ GB ഘോഷ ആ വിധി പ്രസ്താവിക്കുകയും ഇന്നലെ ചെയ്തു. ഇതിനെ സംബന്ധിക്കുന്ന ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ആ കോടതിയിലെ ഈ സാക്ഷികളെ എല്ലാവരെയും വിസ്തരിച്ചും അവർക്ക് കോടതിയെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്ത അവിടുത്തെ അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഏതായാലും അവർ കൃത്യമായി ഇതിനകത്ത് കോടതിയെ എല്ലാ തെളിവുകളും ബോധ്യപ്പെടുത്തിയത് കൊണ്ട് കോടതിക്ക് അതിനകത്ത് വലിയ സഹകരമായിരുന്നു. എങ്കിലും എത്രയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ടും അവസാനത്തെ അന്വേഷണം ശേഷം ശാസ്ത്രീയമായ ആ തെളിവ് കണ്ടെത്തിയതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കാറിലെ ഉള്ള ഒരു ബ്ലഡ് സ്റ്റെയിൻ പിന്നീട് സ്വന്തം ആ മരണപ്പെട്ട ആളുടെ ആണ് എന്ന് തെളിഞ്ഞതോടുകൂടി വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചെന്നും അത് കാറിൽ വെച്ചായിരുന്നുവെന്ന് കൃത്യമായി എവിഡൻസ് കോടതി കൊടുക്കാൻ കഴിഞ്ഞു. എന്തായാലും 2010 കേസ് ഏകദേശം ഒരു 15 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. ഏതായാലും 2010 സെപ്റ്റംബർ 23 ആ കേസിൻ്റെ വിധി 2025 വന്നു. ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ റോള് വളരെ കൃത്യമാണ്. ജയ എന്ന ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസിൻ്റെ 51 സാക്ഷികളെയും കോടതിയിൽ വിസ്തരിച്ചപ്പം കൃത്യമായി അവരുടെ ഭാഗം മൊഴികൾ കോടതിയെ ബോധ്യപ്പെടുത്തി. അത് ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒരു കഴിവ് തന്നെയാണ്, സംശയമില്ല. ഈ കേസിൻ്റെ തുടക്കം മുതൽ തീരുന്നിടം വരെ ആ കേസിൻ്റെ എവിഡൻസ് ക്ലോസ് ചെയ്യുന്നുള്ള ജയ കൃത്യമായ സാക്ഷികളെ കോടതിയെ ഹാജരാക്കുകയും അവരെ കോടതി മുമ്പാകെ അവർക്ക് പറയാനുള്ളത് കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും വർഷത്തിന് ശേഷവും ഈ ഒരു എവിഡൻസ് ഈ സഹോദരൻ്റെ രക്തക്കറ തന്നെയാണ് ജ്യേഷ്ഠൻ്റെ കാറിൽ നിന്ന് കിട്ടിയതെന്നുള്ള കോടതിയെ ബോധ്യപ്പെടുത്തിയതോടുകൂടി വളരെ ക്ലീനായ ഒരു എവിഡൻസ്, അതിൻ്റെ മോട്ടീവും വളരെ കൃത്യമാണ്. കാരണം അതും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രത്യേകത ഈ കേസിനകത്ത് തീർത്തും അവശനായ ഒരു സാക്ഷി ഈ കേസിൻ്റെ ആദ്യം മുതലേ ഈ കേസ് തെളിവിക്കൊണ്ടുവരണം എന്ന് അക്ഷീണം പരിശ്രമിച്ച് ശ്രദ്ധിച്ച ആ ഒരു വ്യക്തി ഇപ്പോഴും ഇത്രയും പ്രായം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നടക്കാൻ നിവൃത്തിയില്ല, കസേരയിൽ ഇരുന്നാണ് അയാളുടെ വീട്ടിനകത്തും സഞ്ചരിക്കുന്നത്. ആ മനുഷ്യൻ കോടതിയിൽ വന്നിട്ട് കൃത്യമായിട്ട് മൊഴി കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെയും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജയയെയും ഈ സാക്ഷികളെയും കൃത്യമായി ഇപ്പോഴും കോടതി വന്ന് സാക്ഷി പറഞ്ഞ എല്ലാവരെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ടാണ് ഒരു ജീവപര്യന്തം ശിക്ഷ ഇത്രയും വർഷത്തിന് ശേഷം നടപ്പാക്കാനായിട്ട് സാധിച്ചത്.